നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജി സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്തു. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്നാണ് മുൻ മന്ത്രി ജി സുധാകരൻ വെളിപ്പെടുത്തിയത്. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. 27 വരെയാണ് ബെയ്ലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ബെയ്ലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. പെരുമ്പാവൂരിൽ കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ മൊബൈൽ ഫോണിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. ബന്ധുവായ 5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രതിയുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയത്. പ്രതിക്കെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തി. 125 ഗ്രാം കഞ്ചാവുമായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ പിടികൂടുന്നത്. KU ജനീഷ് കുമാർ MLA പരിഹസിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷന്റെ സാമൂഹ്യ മാധ്യമ പേജിലാണ് MLAക്കെതിരെ രൂക്ഷ വിമർശനം. നിലമ്പൂരിൽ എത്രയും പെട്ടെന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചതിന് ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് PV അൻവർ. തെരഞ്ഞെടുപ്പ് നടക്കാത്തത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് അൻവർ കത്തിൽ പറഞ്ഞത്. റാപ്പർ വേടൻ സംഗീത പരിപാടി റദ്ദാക്കിയതിനെ തുടർന്ന് കാണികൾ അതിരുവിട്ട് പ്രതിഷേധിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി അരവിന്ദിനെയാണ് നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള കള്ളുഷാപ്പിൽ തീപിടുത്തം. ബോച്ചെ 1000 ഏക്കറിലെ ഫാക്ടറിക്ക് പുറകിലുള്ള കള്ളുഷാപ്പിലാണ് തീപിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ മാസത്തിനിടയിൽ വന്യമൃഗ മനുഷ്യ സംഘർഷം അതിരൂക്ഷമായി മാറി. ജനുവരി 1 മുതൽ ഇന്ന് വരെ നടന്ന സംഭവത്തിൽ 25 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കരിമൻ സ്വദേശിയായ 50 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. കേരളത്തിന് പുതിയ വന്ദേ ഭാരത് കൂടി ലഭിച്ചേക്കുമെന്ന് വിവരം. മംഗളൂരു ഗോവ റൂട്ടിലോടുന്ന വന്ദേ ഭാരത് കോഴിക്കോട് വരെ സർവീസ് നടത്തണമെന്ന ആവശ്യം പരിഗണിക്കുന്നുവെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്.